ധനഹ 1 വെള്ളി. സ്നാപയോഹന്നാൻ്റെ ചിറച്ചേറ തിരുനാൾ. അങ്ങനെ ചരിത്രത്തിലെ അവസാനത്തെ പ്രവാചകനും കൊല്ലപ്പെട്ടു. സത്യത്തെ അസത്യവും പ്രകാശത്തെ അന്ധകാരവും കീഴടക്കി. പക്ഷേ ആ വിജയം താൽക്കാലികമായിരുന്നു. ഹേറോദാസുമാർ ക്രൂരതയുടെ പര്യായങ്ങളായിരുന്നു. അപ്പൻ ഹേറോദാസ് 100,000 കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി. മകൻ അന്തിപ്പാസ് സ്നാപയോഹന്നാൻ്റെ കഴുത്തറുത്തു. മറ്റൊരു മകൻ അഗ്രിപ്പ പത്രോസിനെയും പൗലോസിനെയും കാരാഗൃഹത്തിലടച്ചു പീഡിപ്പിച്ചു. സ്വന്തം സഹോദരൻ ഫിലിപ്പിൻ്റെ ഭാര്യയായ ഹേറോദിയായെ വെപ്പാട്ടിയാക്കിയാൽ അധികാരിയായ തന്നെ ആരും ചോദ്യം ചെയ്യില്ലെന്ന് അയാൾ കരുതി. എന്നാൽ അതിനെതിരെ ശബ്ദമുയർത്തുന്ന നട്ടെല്ലുള്ള ഒരാൾ ആ നാട്ടിലുണ്ടായിരുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ ഒരു പ്രവാചകൻ. എന്നിട്ടും അന്യായമായി അവൻ വധിക്കപ്പെട്ടു. യേശുവിന് മുന്നോടിയായി വന്നവനും യേശുവിനെപ്പോലെ രക്തസാക്ഷിത്വം വരിച്ചു എന്ന് അപലഷണീയം തന്നെ. റോമൻ സാമ്രാജ്യത്തിലെ വെറുമൊരു ഭാഗത്തിൻ്റെ ഗവർണർ മാത്രമായിരുന്ന അന്തിപ്പാസ് തൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും എഴുതി കൊടുക്കാമെന്ന വാഗ്ദാനം തലമറന്നെണ്ണ തേക്കുന്ന പോലെയാണ്. പക്ഷേ അത് താൻ ബഹുമാനിക്കുകയും എപ്പോഴും ശ്രവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ്റെ ശിരച്ഛേദം ചെയ്യുന്ന കൊടും പാപത്തിൽ ചെന്നെത്തുമെന്ന് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ ബഹുമാന്യരായ എല്ലാ അതിഥികളും വന്നു ചേരുമ്പോൾ അതിലെ പ്രധാന വിഭവം മദ്യസേവ തന്നെയായിരുന്നിരിക്കണം. മദ്യം മൂലം സുബോധം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ എല്ലാവരെയും ഹരം പിടിപ്പിച്ച ഒരു കുട്ടിയുടെ മാദക നൃത്തത്തിൽ കണ്ണു മച്ചടിച്ചതിൻ്റെ തെളിവാണ് അന്യായമായ ഈ വാഗ്ദാനം. തൻ്റെ വെപ്പാട്ടിയുടെ ചെറുമകളുടെ മേലും ക്രൂരനും ലംബടനുമായ അന്തിപ്പാസിനുള്ള ദുഷ്ടലാക്കായിരിക്കണം ബാലപീഡന വികൽപ്പം. തൻ്റെ അധികാരത്തെ ഇപ്രകാരം ദുർവിനിയോഗം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇന്നിവിടെ നടന്ന മദ്യസേവോത്സവം ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ ദുരന്തത്തിലാണ് കലാശിച്ചത്. ഇന്ന് നമുക്കിടയിൽ നടക്കുന്ന പല വിരുന്നുകളിലും മദ്യസൽക്കാരങ്ങളും നിശാപാർട്ടികളും മരണത്തിലും കൊലപാതകത്തിലുമാണ് പലപ്പോഴും കലാശിച്ചിരിക്കുന്നത്. എന്നാൽ വിരുന്നുകളിലെ വിരുന്നായ വിശുദ്ധ കുർബാന മനുഷ്യന് നൽകുന്നത് ജീവൻ്റെ സംസ്കാരമാണ്. ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ് യേശു വന്നത്. അപ്പത്തിൻ്റെ രൂപത്തിൽ അവൻ വിളകുന്ന വിരുന്ന് ശാരീരിക ജീവൻ മാത്രമല്ല നിത്യജീവൻ നൽകുന്നതുമാണ്.